ജി സുകുമാരൻ നായർക്കെതിരായ വിമർശനത്തിൽ KB ഗണേഷ് കുമാറിനെതിരെ NSS കൊട്ടാരക്കര താലൂക്ക് കരയോഗം യൂണിയൻ. ഗണേഷ് കുമാറിനെ NSSൽ നിന്ന് പുറത്താക്കണമെന്ന് കരയോഗം യൂണിയൻ ആവശ്യപ്പെട്ടു. വിഷയം ചർച്ച ചെയ്യാൻ ശനിയാഴ്ച യോഗം ചേരും. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുകയാണ്. ഷമീർ, ഇതിപ്പോൾ ഈ പെരുന്നയിലെ അടി കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ഇതിപ്പോൾ ഗണേഷ് കുമാറിനെ NSSൽ നിന്നും പുറത്താക്കണമെന്നാണ് കൊട്ടാരക്കര താലൂക്ക് കരയോഗം യൂണിയൻ പറയുന്നത്. ജി സുകുമാരൻ നായരും ഒപ്പം തന്നെ KB ഗണേഷ് കുമാറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മറനീക്കി പുറത്തു വരികയാണ്. അതൊരു പരസ്യ പോരിലേക്ക് തന്നെ മാറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗണേഷ് കുമാർ ജി സുകുമാരൻ നായർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന് മറുപടിയായി സുകുമാരൻ നായരും മറുപടി പറയുകയും ചെയ്തു. എന്നാൽ ഇന്ന് അല്പം കടത്തി ഗണേഷ് കുമാർ കൊല്ലത്ത് സുകുമാരൻ നായരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടായി. എന്തായാലും ആ പ്രസംഗത്തിലുടനീളം സുകുമാരൻ നായരുടെ കുടുംബത്തിനെ അടക്കം, അതായത് അവർ ഇത്തരത്തിൽ അനധികൃതമായി പണം സമ്പാദിച്ചു, അതിന്റെയൊക്കെ തന്നെ തെളിവുകളുണ്ട്. അതെല്ലാം തന്നെ താനും പുറത്തുവിടും, അതുകൊണ്ട് തന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ സൗണ്ട് ബൈറ്റിൽ പറയുന്നുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഒരു കരയോഗം തന്നെ രംഗത്തേക്ക് വരുന്നത്. കൊട്ടാരക്കര NSS കരയോഗമാണ് ഇതിൽ പ്രധാനമായും സുകുമാരൻ നായർ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ താലൂക്ക് കരയോഗം പറയുന്നത് ഗണേഷ് കുമാറിനെ NSSൽ നിന്ന് തന്നെ പുറത്താക്കണം എന്നാണ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ ശനിയാഴ്ച ഒരു പ്രധാനപ്പെട്ട യോഗം ചേരും. ആ യോഗത്തിന് ശേഷം അവർ ആ തീരുമാനം എടുത്ത ശേഷം ജനറൽ സെക്രട്ടറിയെ അറിയിക്കും എന്നാണ് നിലവിൽ അറിയാൻ കഴിയും. എന്തായാലും ഗണേഷ് കുമാർ ആ യൂണിയന് കീഴിലുള്ള ആളല്ല. പത്തനാപുരം NSS കരയോഗം യൂണിയന് കീഴിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പുറത്താക്കാൻ കഴിയില്ല എന്നൊരു സാങ്കേതിക പ്രശ്നം കൂടി ഉണ്ട്. അത് അതാത് കരയോഗങ്ങളാണ് ആ തീരുമാനം എടുക്കേണ്ടതും എന്നും എടുത്തു പറയേണ്ട വസ്തുതയാണ്. എന്തായാലും ഈ പരസ്യപ്പോര് അങ്ങോട്ടും ഇങ്ങോട്ടും തുടരുകയാണ്. ഈ സുകുമാരൻ നായർ ഈ വിഷയത്തിൽ എന്ത് പ്രതികരണം നടത്തുമെന്ന് വേണം നോക്കിക്കാണാൻ. ദിനിഷ.